ഹായ് ഗേസ്, കൽക്കി 2898 AD. ആദ്യം തന്നെ നമുക്ക് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അധികം നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ചിത്രമാണ് കൽക്കി. ഈ ചിത്രത്തിന്റെ തുടക്കത്തിൽ പ്രഭാസിന്റെ ഒരു ഉഗ്രൻ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതിനുശേഷം കുറച്ച് ഫൈറ്റ് സീനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒരു ഇംഗ്ലീഷ് സിനിമയിലേക്ക് ചെറിയ ചായവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിച്ചു പോകും. സെറ്റിട്ടതും പൈസയുടെ കൈമാറ്റം, ബൗണ്ടി സിസ്റ്റം, അതാണെങ്കിലും വേൾഡ് ബിൽഡിംഗ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഓരോ ഇംഗ്ലീഷ് സിനിമയ്ക്കകത്ത് കണ്ടു പറഞ്ഞ പോലെയൊക്കെ നമുക്ക് അവിടെയൊക്കെ നമുക്ക് തോന്നിച്ചു പോകുമെങ്കിലും വ്യത്യസ്തരമായിട്ട് അവർക്കൊരിക്കൽ വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ദീപികയുടെ ക്യാരക്ടർ വരുന്ന ആ ഭാഗം തൊട്ട് അങ്ങോട്ടൊരു ലാഗ് പോലാണ് എനിക്ക് തോന്നിച്ചത്. അമ്മ എന്നുള്ള വിളിയും അങ്ങോട്ടൊരു ലാഗാണ്. ആ ഒരു ഇൻ്റർവെൽ സീൻ തൊട്ടൊരു പോക്കുണ്ട്, അത് അതിഗംഭീരമാണ്. സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, തീയാണെന്ന് തന്നെ എടുത്ത് പറയണം. കമൽഹാസനും അതുപോലെ അമിതാഭ് ബച്ചനും കിട്ടിയ ആ റോളുണ്ടല്ലോ, അത് ഗംഭീരമാണ്. അവർ നമുക്ക് മുന്നിലേക്ക് അത് അവതരിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതി എന്നൊക്കെ പറയുമ്പോഴത്തേനും വേറെ ലെവലാണ്. അന്നാബെന്നൊക്കെ തകർത്താടിയിട്ടണമെന്ന് എടുത്തു പറയണം. പിന്നെ ശോഭനയുടെ കാര്യം പിന്നെ പറയണ്ട, അതിഗംഭീരമായിട്ട് അവർ അഭിനയിച്ച് ഇങ്ങനെ തകർത്തിട്ടുണ്ടെന്ന് പറയണം. പിന്നെ ഇതിനകത്ത് വരുന്ന ഓരോ ക്യാമിയോസും അടിപൊളിയായിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്തിൽ അനിവാര്യമായിട്ടുള്ള സ്ഥലത്ത് അനിവാര്യമായ രീതിയിൽ അതെല്ലാം പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ വന്നിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും ഓരോ ആക്ടേഴ്സും അവർ അതിഗംഭീരമായിട്ട് അവർക്ക് കിട്ടിയ റോളുകളെല്ലാം കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഓരോന്നിനെയും കുറിച്ച് എടുത്ത് പറയാനും അല്ലെങ്കിൽ ഓരോരുത്തരെ പറ്റി എടുത്ത് പറയാനും നമുക്ക് സാധിക്കുന്നതല്ല. കാര്യം എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്, ആരും ഒട്ടും മോശമാക്കിയിട്ടില്ല. ഈ സിനിമയുടെ ലാസ്റ്റത്തെ ഒരു 10-20 മിനിറ്റ് അത് ഗംഭീരമാണ്. പ്രഭാസിൻ്റെ ഒരു ബെസ്റ്റ് കം ബാക്ക് എന്ന് തന്നെ പറയണം. കൽക്കിയുടെ ഒരു റിവീലുണ്ട്, അതെന്നെ വേറെ ലെവലാണെന്നറിയാം, പൊളിയാണത്. വിഷ്വല്, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ എഡിറ്റിങ്, എല്ലാ വിഭാഗങ്ങളും അതിഗംഭീരമാണ് ഈ സിനിമയ്ക്കകത്തിൽ. ഒന്നിനെ പറ്റി മോശം പറയാനായിട്ടില്ല, എല്ലാം അതിഗംഭീരമാണ്. ഗൈസ്, നിങ്ങൾ എത്ര പേര് ഈ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു? അതുപോലെ എത്ര പേര് ഈ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണാനുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ തന്നെ വിളിച്ച് നോക്കണം. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.